അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് കെമിസ്ട്രി പരീക്ഷയുടെ ഭാഗമായിട്ട് എല്ലാ സീസണിലും ടോസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന മെഗാ റിവിഷൻ ലൈവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 10-15 പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ വീഡിയോസിനോടൊപ്പം തന്നെ ടോസ് അക്കാഡമിയുടെ പബ്ലിക് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് പബ്ലിക് വീഡിയോസും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പല എക്സാമിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെഗാ റിവിഷൻ വീഡിയോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ സീസണുകളിലും ഈ സീസണുകളിലായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പബ്ലിക് വീഡിയോസ് ഒരു 50+ വീഡിയോസ് ഉണ്ട്. അതെല്ലാം ചാനലിൽ അവൈലബിൾ ആണ്. അതുകൂടെ കണ്ടിട്ട് പോകുക. നിങ്ങൾക്കതൊരു നല്ല മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളുടെ എക്സാമിന് അത് ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ അഷ്വർ ചെയ്യുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടും ആ വീഡിയോസ് ഉറപ്പായിട്ടും കണ്ടിട്ട് പോകുക. ഒരുപാട് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും ഹോട്ട് ക്വസ്റ്റ്യൻസും ചലഞ്ചിങ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ടോപ്പിക്കിലെ ഷോർട്ട് കട്ട് വീഡിയോസ് ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം ആ വീഡിയോസും കൂടെ കാണാനായിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യമാണ്. ലാസ്റ്റ് എക്സാമിന് കൊളസ്ട്രോളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ക്യാംഫറിൽ നിന്നും ഒന്നും ക്വസ്റ്റ്യൻ വന്നില്ല. പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാംഫർ വരാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ക്യാംഫറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ക്യാംഫറിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. ഇതാണ് ക്യാംഫറിന്റെ സ്ട്രക്ചർ. നോക്കിക്കേ, ബ്രിഡ്ജ് കാർബണില് 2 മീഥൈൽ ഗ്രൂപ്പ്, അതിന്റെ സൈഡിൽ മീഥൈൽ ഗ്രൂപ്പ്, പിന്നെ കാർബോണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ക്യാംഫറിന്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള നാച്ചുറൽ പ്രോഡക്ട്സിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് ഒന്ന് അറിഞ്ഞിട്ട് പോകുന്നത് നല്ലതാണ്. സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാർബോണിൽ കാർബൺ ഓഫ് ക്യാംഫർ കനോട്ട് ഓക്യുപ്പൈ എ ബ്രിഡ്ജ് ഹെഡ് പൊസിഷൻ. ആ ഒരു ബൈസൈക്ലിക് ഫ്രെയിംവർക്കില് ജോമെട്രിക് കൺസ്ട്രെയിൻസ് കാരണം കാർബോണിൽ കാർബൺ ഒരിക്കലും ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിൽ നിൽക്കാൻ സാധിക്കില്ല. നോക്കൂ, ഇവിടെ ബ്രിഡ്ജ് ഹെഡിൽ നിൽക്കുന്നത് കാർബോണിൽ ഗ്രൂപ്പ് ആണോ? അല്ല. ഇവിടെയാണ് ബ്രിഡ്ജ് ഹെഡിൽ അല്ലാതെ നോർമൽ സ്കെൽറ്റൽ സ്ട്രക്ചർ ആയിട്ടാണ് കാർബോണിൽ ഗ്രൂപ്പ് നിൽക്കുന്നത്. അതിന്റെ എന്തുകൊണ്ട് ബ്രിഡ്ജ് കാർബൺ പൊസിഷനിൽ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ജോമെട്രിക്കൽ കൺസ്ട്രെയിൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തത് ക്യാംഫർ എക്സിസ്റ്റ് പ്രിഡോമിനന്റ്ലി ഇൻ എ റിജിഡ് കൺഫോർമേഷൻ. അത് ഈ സ്ട്രക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഒരു റിജിഡ് കൺഫോർമേഷൻ ആണ് ക്യാംഫർ പോസസ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ്, കാർബോണിൽ കാർബൺ ആൻഡ് ബ്രിഡ്ജ്ഡ് ഹെഡ് കാർബൺ. കാർബോണിൽ കാർബൺ ആയ C ഡബിൾ ബോണ്ട് Oയും അതുപോലെ ബ്രിഡ്ജ്ഡ് ഹെഡ് കാർബൺ 2 മീഥൈൽ ഗ്രൂപ്പ് നിൽക്കുന്ന ബ്രിഡ്ജ്ഡ് ഹെഡ് കാർബണും എന്താ പറയുന്നത്, അവര് സെയിം ആറ്റത്തിലാണ്. ആണോ? അല്ല, സെയിം ആറ്റത്തിലല്ല. സോ ഓപ്ഷൻ 3 റോങ് ആണ്. ഓപ്ഷൻ 2 കറക്റ്റ്. ആൻഡ് ഓപ്ഷൻ 4, ദ റിജിഡിറ്റി ഓഫ് ക്യാംഫറിന്റെ ഈ ഒരു റിജിഡ് സ്ട്രക്ചർ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് റിയാക്ഷൻസിനെ. സ്റ്റീരിയോ സെലക്ടിവിറ്റി ഓഫ് റിയാക്ഷൻ ഒക്കറിംഗ് അറ്റ് ദ കാർബോണിൽ ഗ്രൂപ്പ്. ഓഫ് കോഴ്സ് ആണ്, നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പാത്വേയും എക്സോ പാത്വേയിലും ഒക്കെ ബാക്ക് അറ്റാക്ക് അപ്വേർഡ് അറ്റാക്ക് ആണോ ഡൗൺവേർഡ് അറ്റാക്ക് ആണോ എന്നൊക്കെ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെയുള്ള ഈ ഒരു ക്യാംഫറിന്റെ ഈ ഒരു സ്ട്രക്ചർ ആണ് തീരുമാനിക്കുന്നത് സ്റ്റീരിയോ സെലക്ടിവിറ്റി. അപ്പൊ ഓപ്ഷൻ 4ഉം റൈറ്റ് ആണ്. സോ ഓപ്ഷൻ 1, 2, 4 ആർ ദ റൈറ്റ് ആൻസേഴ്സ്. അപ്പൊ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാംഫറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കോമ്പൗണ്ടുകളുടെയും സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോവുക. ഓക്കെ, അടുത്തത് റിഗാർഡിംഗ് മെത്താഫെറ്റമിൻ. എന്തുകൊണ്ട് ഞാൻ മെത്താഫെറ്റമിൻ സെലക്ട് ചെയ്തു? ഇപ്പൊ നിങ്ങളുടെ സിലബസിലെങ്ങും മെത്താഫെറ്റമിൻ ഒന്നും കാണില്ല. പക്ഷെ നമ്മുടെ കറന്റ്ലി ഓപ്പറേഷൻ തൂഫാൻ ഒക്കെ നമ്മളുടെ ന്യൂസ് പേപ്പറുകളിൽ നമ്മുടെ ന്യൂസ് ചാനലിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ്. അപ്പൊ തന്നെ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നും നമ്മളൊരു കെമിസ്ട്രി സെറ്റ് ആസ്പിറന്റ് ആണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാമിന് ഉറപ്പായിട്ടും വരാൻ സാധ്യത, ഷുവർട്ടി ഞാൻ പറയുന്നില്ല, സിൻസ് ഓപ്പറേഷൻ തൂഫാൻ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നർക്കോട്ടിക് സബ്സ്റ്റൻസുകളിലെയൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത് മെത്താഫെറ്റമിന്റെ ഒരു ക്വസ്റ്റ്യനും അതുപോലെ MDMAയുടെ ക്വസ്റ്റ്യനും ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് നിങ്ങൾ മറിജ്വാന, അതുപോലെ തന്നെ ഹെറോയിൻ, മോർഫിൻ, ഇതിന്റെ ഒക്കെ
ടോപ്പിക്സ് ഒരുപാട് അങ്ങ് ഡെപ്തിലേക്കൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യം സ്ട്രക്ചറും അത് ഏത് സിസ്റ്റം ആണ് എന്നൊക്കെ ഒന്നും ഒരു ജനറൽ ഐഡിയ, അതിനുവേണ്ടി ഒരുപാട് സമയം കളയാനൊന്നും അല്ല പറയുന്നത്, ആ ഒരു രീതിയിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ലാസ്റ്റ് മിനിറ്റ് റിവിഷന്റെ ഭാഗമായിട്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റിഗാർഡിംഗ് മെത്താംഫെറ്റമീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, methamphetamine is a potent central nervous system stimulant. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളൊക്കെ ബാധിക്കുന്നത്. കറക്റ്റ് ആണ്. മെത്താംഫെറ്റമിൻ ഇൻക്രീസസ് ഡോപ്പമിൻ റിലീസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. MDMA സെറോട്ടോണിൻ റിലീസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ മെത്താംഫെറ്റമിൻ MD എന്ന് ഓർക്കുക. MD എഗെയിൻ മെത്താംഫെറ്റമിൻ MDMA ഉണ്ടല്ലോ അല്ലെ. ഓക്കെ, സോ methamphetamine dope, methidope. ഓക്കെ, മെത്താംഫെറ്റമിൻ ഡോപ്പമീനെയാണ് റിലീസ് ചെയ്യിക്കുന്നത്. ദെൻ മെത്താംഫെറ്റമിൻ കോസസ് കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻ, കറക്റ്റ് ആണ്. ഹാസ് നോ പൊട്ടൻഷ്യൽ ഫോർ ഡിപ്പെൻഡൻസ്, ഉറപ്പായിട്ടും അഡിക്ഷൻ ഉള്ളതാണ്. പൊട്ടൻഷ്യൽ ഫോർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ക്രോണിക് യൂസ് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഇമ്പയർമെന്റ്, അതും നമുക്ക് കോമൺ സെൻസ് വെച്ച് നമുക്ക് ഓക്കെ പറയാം. സോ ABCE ആർ ദ റൈറ്റ് ഓപ്ഷൻസ്. ആൻഡ് ഇതിന്റെ IUPAC നെയിമും കൂടെ ഒന്ന് പഠിക്കുക. N-methyl 1-phenyl propane to amine. N-methyl 1-phenyl propane to a C6H5. ഫിനൈൽ റിംഗിൽ ഒരു CH3, then CH2 CH NH CH3. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടൊന്നും ഇല്ല മെത്താംഫെറ്റമീന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും, പക്ഷെ ഇങ്ങനെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള അധ്യാപകന്റെ പരീക്ഷ ആയതുകൊണ്ട് വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ഞാൻ ഇട്ടിരിക്കുന്നത് MDMAയുടെ ചോദ്യമാണ്. MDMA സ്ഥിരം നിങ്ങൾ പത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. MDMAയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. അതിന് മുന്നേ MDMAയുടെ പേര് 3,4 മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. മെത്താംഫെറ്റമിന്റെ വേറെ ഡെറിവേറ്റീവും കൂടെയാണ് അല്ലെ. അതിൽ ഈ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂൻസ് മാറി വരുന്നതാണ്. എന്താണ് ഈ ഒരു ഭാഗം വരുന്നതാണ് മെത്താംഫെറ്റമിൻ. മറ്റേത് ഇതും കൂടെ വരുമ്പോൾ ഈ ഒരു ഡയോക്സി ആ ഭാഗം വരുമ്പോഴത്തേക്കും ഒരു എപ്പോക്സൈഡ് പോലത്തെ ഒരു റിങ് വരുമ്പോഴത്തേക്കും ഇത് MDMA ആവും. ഇതില്ല എങ്കിൽ അത് മെത്താംഫെറ്റമിൻ. ഓക്കെ, മെത്തിലിൻ ഡയോക്സി റിങ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് MDMA വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് എ മെത്തിലീൻ ഡയോക്സി റിംഗ് അറ്റാച്ച് ടു അരോമാറ്റിക് റിംഗ്. ഈ ഒരു റിങ്ങിനെയാണ് നമ്മൾ നമ്മുടെ മെത്തിലീൻ ഡയോക്സി കണ്ടു. ഇതാണ് മെത്തിലീൻ ഡയോക്സി റിംഗ്. ഇറ്റ് ഈസ് എ N-methyl ഡെറിവേറ്റീവ് ഓഫ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ ആണോ? അല്ല അല്ലെ. സോ അത് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പ്രൈമറി അമീൻ അല്ല. Then it belongs to phenethyl amine class of compound. അതാണ് ഈതൈൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഫിനൈൽ ഗ്രൂപ്പും ഉണ്ട്. ഒരു കൈറാൽ സെന്റർ ഉണ്ട്. കറക്റ്റ് ആണ്. കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഇത്രയും കാര്യങ്ങൾ, ഈ സ്ട്രക്ചർ അറിയുക, MDMAയുടെ ഫുൾ നെയിം അറിയുക, ഈ സ്ട്രക്ചറിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോള് ഞാൻ പറഞ്ഞല്ലോ, കെമിസ്ട്രിയിലെ എല്ലാ ടോപ്പിക്സും എടുക്കുമ്പോൾ കൊളസ്ട്രോള് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് കൊളസ്ട്രോളിൽ നിന്ന് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് ഒരുവിധം ഒരു ഐഡിയ വരുത്തുക. ഓക്കെ, ഇതിൽ നമ്മൾ A റിംഗ്, B റിംഗ്, C റിംഗ്, D റിംഗ്, അങ്ങനെ 3 6 മെമ്പേർഡ് റിംഗും ഒരു 5 മെമ്പേർഡ് റിംഗും
ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതൊരു അൺസാച്ചുറേറ്റഡ് ആണ്. ഇവിടെ ഒരു അൺസാച്ചുറേഷൻ ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ C5 C6 പൊസിഷനിൽ ഒരു എന്താണ് ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഓൾ കാർബൺ ആറ്റം, കൊളസ്ട്രോളിലെ എല്ലാ കാർബൺ ആറ്റവും sp3 ഹൈബ്രിഡൈസ്ഡ് ആണോ? അല്ല. ഈ 5-6 പൊസിഷനിൽ വരുമ്പോൾ അത് sp2 ആവും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കണ്ടെയ്ൻസ് 1 ഹൈഡ്രോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ്. അതോടൊപ്പം പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് വേണം ബ്രിഡ്ജ് പൊസിഷൻ എയുടെയും ബിയുടെയും ബ്രിഡ്ജ് കാർബണിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. സിയുടെയും ഡിയുടെയും ഇടയ്ക്ക് ഒരു മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. അല്ലാതെ ഒരു അലിഫാറ്റിക് സൈഡ് ചെയിൻ ആയിട്ടും ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 1 2 3 4 5. അപ്പൊ ഇതുപോലെ ഒരു അലിഫാറ്റിക് സൈഡ് 1 2 3 4 5 6 7 ഒരു ചെയിൻ വരുന്ന ഒരു അലിഫാറ്റിക് ചെയിനും ഇവിടെ ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോക്കാം. ഓപ്ഷൻ 1, 2, 4 ആർ കറക്റ്റ് ആൻസേഴ്സ്. ഞാനിപ്പോ നമ്മുടെ വീഡിയോയിൽ കൊളസ്ട്രോൾ പറയുമ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും അതുപോലെയുള്ള നൈട്രജൻ ബേസസിന്റെ ഒക്കെ സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അടുത്തത് അഗെയിൻ ഒരു MDMAയുടെ ചോദ്യമാണ്. റിഗാർഡിംഗ് MDMA വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? MDMAയുടെ ചോദ്യത്തിൽ നിന്നും നമ്മൾ നേരത്തെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഇത്തവണ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് അതിന്റെ മെക്കാനിസം ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. MDMA ഇൻക്രീസസ് സെറോട്ടോണിൻ റിലീസ്. ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു മെത്താഫെറ്റമീൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. MDMA സെറോട്ടോണിനും മെത്താഫെറ്റമീൻ ഡോപ്പമീനുമാണ് റിലീസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. ഇവൻ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യം അല്ല എങ്കിൽ പോലും ഒരൊറ്റ വേർഡ് ക്വസ്റ്റ്യൻ മെത്താഫെറ്റമീൻ ഇൻക്രീസസ് റിലീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്മിറ്റർ എന്നോ വല്ലതും ചോദിക്കാനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ മെത്താഫെറ്റമീൻ ഡോപ്പമീനും MDMAയിൽ D ഉണ്ട്. സോ D ഫോർ ഡോപ്പമീൻ അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുക. മെത്താഫെറ്റമീനിൽ D ഇല്ല, അതുകൊണ്ട് അത് ഡോപ്പമീൻ. MDMAയിൽ D ഇല്ല, അതുകൊണ്ട് അത് ഡോപ്പമീൻ അല്ല, അത് സെറോട്ടോണിൻ. ഓക്കെ. MDMA ഹാസ് സ്റ്റിമുലന്റ് എഫക്ട്. എല്ലാ നാർക്കോട്ടിക് സബ്സ്റ്റൻസിനും അത് ഉണ്ട്. ദെൻ MDMA ഇസ് ആൻ ഒപ്പിയോയിഡ്. ഒപ്പിയം കമ്പോണന്റ് അല്ല, ഒപ്പിയോയിഡ് അനലിസിക് അല്ല. ആൻഡ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹൈപ്പർതെർമിയ, ടെമ്പറേച്ചർ ഒക്കെ കൂട്ടും. ദെൻ ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് അറിയാം. സോ ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ D, ഓപ്ഷൻ E എന്ന് പറയുന്നത് റൈറ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതൊരു കറണ്ട് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് എടുത്തതാണ്. നമ്മൾ കഴിഞ്ഞ പബ്ലിക് ലൈവിലും ഇതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അടുത്തത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പല എക്സാമിനും കണ്ടിട്ടുള്ളതാണ്. ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് അയോൺസ് നിങ്ങൾക്ക് തന്നിട്ട് അതിനകത്തുനിന്ന് ഹാർഡ് ആസിഡ്സ് ഏതാണ്, ഹാർഡ് ബേസ് ഏതാണ്, സോഫ്റ്റ് ആസിഡ് സോഫ്റ്റ് ബേസ് ഏതാണെന്നൊക്കെ ചോദ്യം. അപ്പോൾ ഇതില് ഹാർഡ് ആസിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആൻസേഴ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. H+, ലിത്തിയം പ്ലസ്, Na+, K+, ബെറീലിയം 2+, മഗ്നീഷ്യം 2+, കാൽസ്യം 2+, Al3+, ടൈറ്റാനിയം 4+, ക്രോമിയം 3+, ഫെറിക് അയോൺ BF3, Cl7+. ഇവയൊക്കെയാണ് ആസിഡ്സ്. എസ്പെഷ്യലി ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നു. ക്ലോറിൻ അതിന്റെ 7th ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഹാർഡ് ആസിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ആൽക്കലി മെറ്റൽസ് എല്ലാം തന്നെ ഹാർഡ് ആസിഡ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഹാർഡ് ആസിഡ് ആണ്. ദെൻ സോഫ്റ്റ് ആസിഡിന് എക്സാമ്പിൾ ട്രാൻസിഷൻ മെറ്റൽ സീരീസിലേക്ക് പോവുക. സോഫ്റ്റ് ആസിഡ്സ് ലൈക്ക് കോപ്പർ പ്ലസ് Ag+Au, ചെമ്പും വെള്ളിയും സ്വർണവും എല്ലാം സോഫ്റ്റ് ആണ്. നമ്മൾ മാലേബിൾ ആണ്, അതുകൊണ്ട് അത് നമ്മൾ ഓർണമെന്റ്സ് ആയിട്ടൊക്കെ എടുക്കുന്നു. സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അങ്ങ് വിചാരിക്കുക. ദെൻ Tl+, Cd2+, Hg+, Hg2+, palladium 2+, platinum in its +2 and +4 state act as soft acid. അടുത്തത് ഹാർഡ് ബേസ് ആണ്. ഹാർഡ് ബേസിന് എക്സാമ്പിൾ അമോണിയം, വാട്ടർ, R2O, F-, OH-, O2-, NO3-, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, ഇവയെല്ലാം ഹാർഡ് ബേസ് ആണ്. ദെൻ സോഫ്റ്റ് ബേസിന് എക്സാമ്പിൾ
എച്ച് മൈനസ്, സി എൻ മൈനസ്, ആർ മൈനസ്, ഐ മൈനസ്. ഇത് ആസ് സച്ച് ബൈ ഹാർട്ട് ചെയ്യണം, ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ചോദിക്കുന്നതാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ടു മാഗ്നറ്റിക് മൊമെന്റ്. തന്നിരിക്കുന്ന കോൺഫിഗറേഷനിൽ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ വരുന്നത് എവിടെയാണെന്ന്. ഓർബിറ്റൽ കോൺട്രിബ്യൂഷന്റെ റൂൾ എന്ന് പറയുന്നത് T2Gയിൽ അൺസിമെട്രി വരണമെന്നാണ്. ഓക്കെ, T2Gയിൽ അൺസിമെട്രി. നമുക്ക് നോക്കാം. ഇവിടെ D3 എന്ന് പറയും, ടെട്രാഹീഡ്രൽ ആണ് കോൺഫിഗറേഷൻ. സോ ഇയും T2മാണ്, T2G ഓർ T2. ടെട്രാഹീഡ്രലിൽ ഈ പറഞ്ഞ പോലെ സിമെട്രി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജിയും യുവും പറയാത്തത്, സെന്റർ ഓഫ് ഇൻവേർഷൻ ഇല്ലാത്തതുകൊണ്ട്. D3യില് T2 3 1 2 3. T2ല് അൺസിമെട്രി വന്നു. സോ D3ക്ക് ഈ പറഞ്ഞ പോലെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കാണിക്കാം. D4ല് 1 2 3 4. അഗെയിൻ T2ല് അൺസിമെട്രി വന്നു, D4നും കാണിക്കാം. D8 വരുമ്പോഴത്തേക്കും ഇയിൽ 1 2 T2 1 2 3 4 5 6 7 8. T2ല് അൺസിമെട്രി ഉണ്ട്. സോ D8. D9 വരുമ്പോൾ അഗെയിൻ T2ല് അൺസിമെട്രി ഉണ്ട്. സോ D3 D4 D8 D9 എന്ന് പറയുന്നത് എന്താണ്? അൺസിമെട്രി T2ല് വരുന്നുണ്ട്. അതുകൊണ്ട് അവര് മാഗ്നറ്റിക് മൊമെന്റിൽ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കാണിക്കും. അടുത്ത ചോദ്യം സ്ഥിരം ഗ്രീൻ കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ആറ്റം ഇക്കണോമി. ഒരു ക്വസ്റ്റ്യൻ തരും, ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ തരും, എന്നിട്ട് അതിന്റെ ആറ്റം ഇക്കണോമി കാണാൻ ചോദിക്കും. എപ്പോഴും ഏറ്റവും ഐഡിയൽ റിയാക്ഷന് ആറ്റം ഇക്കണോമി 100% ആയിരിക്കണം. ഡിസൈഡ് പ്രോഡക്റ്റിന്റെ മാസും റിയാക്ടന്റിന്റെ ടോട്ടൽ മാസും ഈക്വൽ ആയിട്ട് വരണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. നമ്മൾ അതിന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ റിയാക്ടന്റിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എല്ലാ റിയാക്ടന്റെയും കാൽഷ്യം ഹൈഡ്രോക്സൈഡും 2 ഈ മോളിക്യൂളിന്റെയും മോളിക്കുലാർ മാസ് എടുക്കുന്നു. പിന്നെ നമ്മളുടെ ഡിസൈഡ് പ്രോഡക്റ്റ് ഇതാണ്. ബൈ പ്രോഡക്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. മേജർ ആയിട്ട് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താണോ അതിന്റെ മോളിക്കുലാർ മാസും ടോട്ടൽ റിയാക്ടന്റിന്റെ കേസിൽ എല്ലാ റിയാക്ടൻസിന്റെയും നമ്മൾ ഉപയോഗിച്ച സകല റിയാക്ടൻസിന്റെയും മോളിക്കുലാർ വെയിറ്റും കൂടെ എടുത്ത് രണ്ടിന്റെയും കൂടെ ഡിവൈഡ് ചെയ്ത് 100 എടുക്കുക. അത് 100% കിട്ടിയാൽ ആറ്റം ഇക്കണോമി 100% ആവും. ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ ബൈ പ്രോഡക്ട്സ് ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ആറ്റം ഇക്കണോമി 100 കിട്ടില്ല. നേരെ മറിച്ച് എയും ബിയുടെ ചേർന്ന് സി കിട്ടി. അപ്പൊ അതിന്റെ അടുത്ത് എന്താ, എയുടെയും ബിയുടെയും നമ്മുടെ റിയാക്ടന്റിന്റെ മാസും സിയുടെ റിയാക്ടന്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. ബൈ പ്രോഡക്ട്സ് ഒന്നും വേറെ ഇല്ല. സോ സിയുടെ മോളിക്കുലാർ വെയിറ്റും എയുടെയും ബിയുടെയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഈക്വൽ ഇൻറ്റു 100 എടുക്കുമ്പോഴത്തേക്ക് 100% കിട്ടും. ആറ്റം ഇക്കണോമി 100 ആവും. ഇപ്പൊ അഡീഷൻ റിയാക്ഷൻസ്, റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസിലെല്ലാം ആറ്റം ഇക്കണോമി 100 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷനിലും ലോസ് സംഭവിക്കും, അതുപോലെ തന്നെ എലിമിനേഷനിലും ലോസ് സംഭവിക്കും. ബൈ പ്രോഡക്ട്സ് വേറെ ഉണ്ടാവും. അപ്പൊ ആറ്റം ഇക്കണോമി 100% ആവില്ല. ആ കാര്യം നോക്കാം. ദെൻ ഇതൊരു ഷോർട്ട് കട്ടിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. The associated symmetry operation of the S5 axis. ഇപ്പം ഞാൻ ജസ്റ്റ് S5 എന്ന് എടുക്കുന്നു. S5ന് മറിച്ച് S5ന് പോലെ S5 പോലെ തന്നെ നമുക്കൊരു എന്താണ് SN എന്ന് എടുത്തിട്ട് ഈ പറഞ്ഞ N എന്താണ്, N ഓഡ് ഓർഡർ ആണെന്ന് വെച്ചോ. S5 എന്ന് പറയുമ്പോൾ എന്താണ്, S5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 5 എന്ന് പറയുന്നത് ഒരു ഓഡ് സംഖ്യയാണ്. അപ്പം ഒരു ഓഡ് ഓർഡർ ഉള്ള SN ആക്സിസ് ഓഡ് ഓർഡറിൽ എത്ര സിമെട്രി ഓപ്പറേഷൻ കാണുമെന്നൊരു ചോദ്യം ചോദിക്കാം. S5 ആണെങ്കിൽ അത് 2 × 5 10 ആണ്. SN എന്ന് പറയുമ്പോൾ 2n സിമെട്രി ഓപ്പറേഷൻ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും S10 എന്ന S5 ആക്സിസ് S10 ആക്സിസിന് എത്ര സിമെട്രി ഓപ്പറേഷൻസ് ഉണ്ടാവാം? എത്ര ഉണ്ടാവാം? 20. സോറി, ഓഡ് വേണമല്ലോ. S11 2 × 11 22. നേരെ മറിച്ച് S5 5 ഓഡ് 2 × 5 10. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, S5 തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മയും C5. നമ്മളത് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അസോസിയേറ്റഡ് സിമെട്രി ഓപ്പറേഷനെ സിഗ്മ × C5 എന്ന് എഴുതാം.
S52 ആണെങ്കിൽ ഇതിപ്പം മുകളിൽ 1 ആയതുകൊണ്ടാണ് സിഗ്മ റൈസ് ടു 1 C5 റൈസ് ടു 1. S52 ആണെങ്കിൽ സിഗ്മ റൈസ് ടു 2 C5 റൈസ് ടു 2. സിഗ്മ ഇൻറ്റു സിഗ്മ ഇ ആണ്. സോ S52 നമുക്ക് C52 ഇക്വലന്റ് ആണെന്ന് പറയാം. ഇനി S53 വരുമ്പോൾ സിഗ്മ റൈസ് ടു 3, ദാറ്റ് ഈസ് സിഗ്മ ഇൻറ്റു സിഗ്മ ഇൻറ്റു സിഗ്മ. സിഗ്മ ഇൻറ്റു സിഗ്മ ഇയും എഗെയിൻ ഇ ഇൻറ്റു സിഗ്മ സിഗ്മയും കിട്ടുന്നു. സോ സിഗ്മ C53 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയൊക്കെ റിലേഷൻ ചോദിക്കാം. S54 സിഗ്മ റൈസ് ടു 4 ഇൻറ്റു C54 എന്ന് എഴുതാം. സിഗ്മ 4 എന്ന് വെച്ചാൽ സിഗ്മ റൈസ് ടു ഈവൻ നമ്പർ ഇ ആയിരിക്കും. സിഗ്മ റൈസ് ടു ഓഡ് നമ്പർ സിഗ്മ ആയിരിക്കും. സോ ഇ ഇൻറ്റു C5 റൈസ് ടു 4. അപ്പൊ അങ്ങനത്തെ അതുപോലെ തന്നെ CN റൈസ് ടു N ഇ ആയിരിക്കും. ഈ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇങ്ങനെയും റിലേഷൻ എഴുതാം. അപ്പോ S5 ആക്സിസ് SN ആക്സിസ് ഓഫ് ഓഡ് ഓർഡറിന്റെ സിമെട്രി ഓപ്പറേഷൻ 2n ആണ്. നേരെ മറിച്ച് S6 ആക്സിസ് വേർ 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഈവൻ നമ്പേർഡ് ആയിട്ടുള്ള ഒരു S6 ആക്സിസ് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി, ഈവൻ ഓർഡേർഡ് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി ഇസ് അസോസിയേറ്റഡ് വിത്ത് എത്ര ഓപ്പറേഷൻ? n നമ്പർ ഓഫ് ഓപ്പറേഷൻ. S6 അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷന്റെ എണ്ണം 6 തന്നെയാണ്. നേരെ മറിച്ച് S7 2 into 7 14 ആണ്. ദെൻ S3 2 into 3 6 ആണ്. നേരെ മറിച്ച് S2 2 തന്നെയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഉണ്ട്. അടുത്തത് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അബ്സോർബ് ചെയ്ത ലൈറ്റ്. ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് അബ്സോർബ് ചെയ്ത ലൈറ്റ് നിങ്ങളോട് പറയും, അതിന്റെ കോംപ്ലിമെന്ററി കളർ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾക്കൊക്കെ അറിയാം, തുരിശ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് ഏത് കളറിലാണ് കാണപ്പെടുന്നത്? ബ്ലൂ ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്. ശരിക്കും ആ പെർട്ടിക്കുലർ കോമ്പൗണ്ട് കോപ്പർ H2O 6 പ്ലസ് അബ്സോർബ് ചെയ്യുന്നത് റെഡ് കളറാണ്. അത് അപ്പിയർ ചെയ്യുന്നത് ഏത് കളറിലാണ്? ബ്ലൂ ഗ്രീനിലാണ്. കാരണം അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് റെഡ് ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് ബ്ലൂ ഗ്രീൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ അബ്സോർബ്ഡ് ലൈറ്റിന്റെ ആ കളർ വീല് മീൻസ് കളർ റിലേഷൻഷിപ്പ് ഓഫ് കളർ അറിയണം. ഞാൻ പറയാം. അബ്സോർബ്ഡ് ലൈറ്റ് IR ആണെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വൈറ്റ് ആയിരിക്കും. റെഡിലാണ് കളറാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലൂ ഗ്രീനിലായിരിക്കും. അഥവാ ഓറഞ്ച് കളറിലാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കണ്ണിന് വരുന്നത് ബ്ലൂ ആയിരിക്കും. യെല്ലോ കളറാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഇൻഡിഗോ ആയിരിക്കും. ഓക്കെ, യെല്ലോ ഗ്രീൻ ആണെങ്കിൽ വയലറ്റ് ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് റെഡ്. നമ്മൾ ഈ പറഞ്ഞ കോളത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ബ്ലൂ ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഓറഞ്ച്. ഇൻഡിഗോ ആണെങ്കിൽ യെല്ലോ. വയലറ്റ് ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യെല്ലോ ഗ്രീനില്. UV ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ആയിട്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. കോപ്പർ ഹൈഡ്രോക്സൈഡ് അബ്സോർബ് റെഡ് റേഡിയേഷൻ ആൻഡ് അപ്പിയർ വിച്ച് കളർ? കോംപ്ലിമെന്ററി കളർ ഏതാണ്? ബ്ലൂ ഗ്രീൻ ഇസ് എ കോംപ്ലിമെന്ററി കളർ ടു റെഡ്. അത് ഓർത്താൽ മതി. പിന്നെ കഴിഞ്ഞ സെറ്റ് പരീക്ഷകളിലൊക്കെ സ്ഥിരം കണ്ട ഒരു ചോദ്യമാണ് എന്താണ്? നമ്മളുടെ കോമ്പൗണ്ടുകളുടെ സോൾട്ട് അനാലിസിസിലും ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലും ഒക്കെ നിങ്ങൾ കണ്ടുമറന്ന കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചോ അതിന്റെ സ്ട്രക്ചറൽ ഫോമുലയെ കുറിച്ചൊക്കെ ഒരു ചോദ്യം നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സിൻ കോംപ്ലക്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ ഉണ്ടാവുന്ന അയൺ കോമ്പൗണ്ടിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ നെസ്ലേഴ്സ് റിയേജന്റ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നെസ്ലേഴ്സ് റിയേജന്റ് യൂസ് ചെയ്തിട്ടുള്ളത്? നെസ്ലേഴ്സ് റിയേജന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അമോണിയം അയോൺസ് ഡിറ്റക്ട് ചെയ്യാനാണ്. ഒന്ന് അതിന്റെ ഫോർമുല ചോദിക്കാം. K2HgI4. ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് K2HgI4നെയാണ് നെസ്ലേഴ്സ് റിയേജന്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് അമോണിയം അയോൺ. ഇനി അവര് തരുന്ന ബ്രൗൺ പ്രസിപ്പിറ്റേറ്റിന്റെ ഫോർമുല ചോദിക്കാം. അതിൽ എത്ര HG ബോണ്ട് എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കാം. സോ നെസ്ലേഴ്സ് റിയേജന്റ് എന്താണ്? അമോണിയം അയൺസുമായിട്ട് ചേരുമ്പോൾ നമുക്കൊരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ ഫോർമുല ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. NH2HgOHgI. എത്ര HgOHg ബോണ്ട് ഉണ്ട്? ഒരു HgOHg ബോണ്ട് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഫോർമുല K2HgI4 പ്ലസ് അമോണിയ, ആൽക്കലൈൻ വേണ്ടി KOH കൂടെ ഒഴിച്ച് കിട്ടുമ്പോൾ NH2HgO
HGI കോമ്പൗണ്ട് കിട്ടും, കെയും വാട്ടറും കിട്ടും. നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസിനൊക്കെ ഓയിൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ആ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റിന്റെ പേര് അയഡൈഡ് ഓഫ് മില്യൻസ് ബേസ് എന്നാണ്. ചിലപ്പോൾ ചോദിക്കാം അയഡൈഡ് ഓഫ് മില്യൻസ് ബേസിന്റെ കളർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അയഡൈഡ് ഓഫ് മില്യൻസ് ബേസിൽ എത്ര HG ഉണ്ട്, മെർക്കുറി ഉണ്ട്, അല്ലെങ്കിൽ എത്ര HgOHg ഉണ്ട് എന്നൊക്കെ ചോദിക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ ബാക്കിയുള്ള സോൾട്ട് അനാലിസിസിൽ ഫേമസ് ആയിട്ടുള്ള കോംപ്ലക്സുകളെ കുറിച്ചും ഒരു ഐഡിയ നല്ലതാണ്. അടുത്തത് സ്ഥിരം ചോദിക്കുന്നതാണ് നമ്മളുടെ ബാൻഡുകൾ. അബ്സോർപ്ഷൻ, IR അബ്സോർപ്ഷൻ നടക്കുന്ന ബാൻഡുകളുടെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതായത് പൊസിഷൻ ഓഫ് അബ്സോർപ്ഷൻ 3700-നും 3200-നും ഒക്കെ ഇടയിലാണെങ്കിൽ അത് ഏത് ഗ്രൂപ്പിന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്? OH-ന്റെ ആണ്. അത് കാണാൻ സാധിക്കുന്നത് ആൽക്കഹോൾ, ഫീനോൾ, കാർബോക്സിലിക് ആസിഡ്, ഇവിടെ എല്ലാം OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ OH ഗ്രൂപ്പിന്റെ പ്രസൻസ് നമ്മൾ അറിയുന്നത് ഈ ഒരു റേഞ്ചിലുള്ള സ്ട്രെച്ചിങ് വൈബ്രേഷനിലാണ്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷകളിലും സെറ്റിന്, നെറ്റിന്, അതുപോലെ തന്നെ നമ്മളുടെ സെറ്റിന്, ഗേറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ടെർമിനൽ ആൽക്കൈൻ. ഒരിക്കലും ടെർമിനൽ ആൽക്കൈന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്നും പറഞ്ഞായിരിക്കത്തില്ല ചോദിക്കുന്നത്, മറിച്ച് എന്താണ്, നമ്മളുടെ ഒരു കോമ്പൗണ്ട് തരും, അത് നമ്മൾ മനസ്സിലാക്കണം അത് ടെർമിനൽ ആൽക്കൈൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ടെർമിനൽ ആൽക്കൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും 3300, 220 റേഞ്ചിലായിരിക്കും. 3300 ആണ് അന്ന് ഓപ്ഷൻസിൽ വന്നത്. 3300 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ ബ്യൂട്ട് 1 ആയും കാണിക്കുന്ന CH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏത് റേഞ്ചിലാണെന്നാണ് ചോദ്യം. 3300 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റിന് ചോദിച്ചു ആദ്യമേ, അത് ഒരിടത്ത് നെറ്റിന് ചോദിച്ചു, നെറ്റിനകത്തുനിന്ന് സെറ്റിന് എടുത്തേക്ക് വന്നു, അങ്ങനെ ചോദിച്ചാണ്. അപ്പൊ ടെർമിനൽ ആൽക്കൈൻസിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 3300 റേഞ്ച് ആണ്. ദെൻ നോർമൽ ആൽക്കീൻസിന്റെ സ്ട്രെച്ചിങ് 3100 മുതൽ 3000 വരെയാണ്, കുറച്ചുകൂടെ കുറയാണ്. അരോമാറ്റിക്സിൽ CH സ്ട്രെച്ചിങ് 3100-നും 3000-ന്റെയും ഇടയിലാണ്. ദെൻ 3000 to 2700 ആ റേഞ്ചിലുമൊക്കെ വരുന്നത് CH3, CH2 ഗ്രൂപ്പ്സ് ആണ്. ഇനി C ട്രിപ്പിൾ ബോണ്ട് C, ഈ ബ്യൂട്ട് 1 ടെർമിനൽ ആൽക്കൈൻസിലെ ട്രിപ്പിൾ ബോണ്ട് CH സ്ട്രെച്ചിങ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ആൽക്കൈൻസിൽ C ട്രിപ്പിൾ ബോണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വരുന്നത് 2300-നും 2100-നും ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിക്കാറുണ്ട്. ദെൻ CO നമ്മളുടെ എന്താണ്, കാർബോക്സിലിക് ആസിഡ് ആൽഡിഹൈഡ്, അത് 1700, 1820 ആ റേഞ്ചിൽ വരും. ദെൻ C ഡബിൾ ബോണ്ട് C സ്ട്രെച്ചിങ് അരോമാറ്റിക്കും ആൽക്കീൻസിലും ആണെങ്കിൽ 1680, 1500 റേഞ്ചിൽ വരും. ദെൻ നൈട്രോ കോമ്പൗണ്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷകൾക്കും. സെറ്റിന് ചോദിച്ചിട്ടില്ല, ഗേറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നൈട്രോ ഗ്രൂപ്പിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ റേഞ്ച് 1500-നും 1550-നും ആ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് നൈട്രോ കോമ്പൗണ്ടുകൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി എടുക്കുന്ന സമയത്ത് ഇത് നോക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ പല പബ്ലിക് വീഡിയോസിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടെ പറയാം. നമ്മൾ മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ പീക്കുകൾ കാണാൻ ചോദിക്കും. ക്ലോറിന്റെ ആണെങ്കിൽ ഇപ്പം CH2Cl2-ല് ഏത് റേഞ്ചിലാണ് പീക്ക് വരുന്നതെന്ന് ചോദിക്കാം. അപ്പം ക്ലോറിൻ 2 എണ്ണം ഉണ്ട്, അത് 2 ഐസോട്ടോപ്പ് ആണ്, 3:1 റേഞ്ചിൽ നിൽക്കും. സോ 3+1 റേസ് ടു എത്ര ക്ലോറിൻ ഉണ്ടോ 2. അപ്പം ആ ഇന്റൻസിറ്റി ഓഫ് റേഷ്യോ ഇവരുടെ പീക്കിന്റെ എങ്ങനെയാണ്, 3² A² 2AB + BC ആണല്ലോ, സോ B² ആണല്ലോ. സോ 9:6:1. നേരെ മറിച്ച് CH2Br2 ബ്രോമിൻ കോമ്പൗണ്ട് ആണെങ്കിൽ ബ്രോമിനും എഗെയിൻ 2 ഐസോട്ടോപ്പ് ഉണ്ട്, പക്ഷെ അവരുടെ ഇന്റൻസിറ്റി റേഷ്യോ വരുന്നത് 1:1 സോ 1+1 എത്ര Br ഉണ്ട് 2. സോ 1+1 റേസ് ടു 2, 1², 2 × 1 × 1 +1. സോ 1:2:1. അപ്പോ ഇപ്പൊ CHCl3 ആണെങ്കിൽ എഗെയിൻ ക്ലോറിൻ 3 ക്ലോറിൻ ഉണ്ട്, അത് ഏതൊക്കെയാവാം, Cl35 Cl37 ആവാം. സോ 3+1 റേസ് ടു 3 ക്ലോറിൻ ഉണ്ട്, സോ A+B ദ ഹോൾ ക്യൂബ്, A³ പ്ലസ് എന്ന് പറഞ്ഞ് B³ + 3A², അങ്ങനെ ആ ഒരു റേഷ്യോയിൽ പോവുക. അപ്പൊ മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് അത് നോക്കണം. അതുപോലെ ട്രൊപ്പീലിയം കാറ്റയോന്റെ M/Z വാല്യൂ എന്താണെന്നൊന്ന് നോക്കിയിട്ട് പോവുക. ദെൻ NMR-ൽ കുറച്ച് ഇക്വേഷൻസുകളുണ്ട്, അത് പഠിക്കണം. സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ചെറുതായിട്ടുള്ളത് വരും.
അതും നമ്മൾ പബ്ലിക് വീഡിയോസിലും അല്ലാതെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയിൽ ഈ പറഞ്ഞ പോലെ ഐഡന്റിക്കൽ എൻവയോൺമെന്റും അൺസിമെട്രിക്കൽ എൻവയോൺമെന്റും വരുമ്പോൾ പീക്കുകളുടെ വ്യത്യാസം അതൊന്ന് നോക്കണം. ദെൻ IR സ്പെക്ട്രോസ്കോപ്പിയിൽ ഞാൻ ഈ പറഞ്ഞ ബാൻഡിനോടൊപ്പം തന്നെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിലാണോ IR ആക്റ്റീവ്, ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി വരുമ്പോഴുള്ള രാമൻ ആക്ടിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അതൊക്കെ എന്താണ് പറയുന്നത് ചോദ്യങ്ങളായിട്ട് വരാം. ദെൻ റൊട്ടേഷനിൽ ഏതൊക്കെ മോളിക്യൂൾസ് റൊട്ടേഷണൽ ആക്ടിവിറ്റി കാണിക്കുമെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു 2 റിലേഷൻ ഇതുവരെ പബ്ലിക് വീഡിയോസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത 2 കാര്യമാണ് പറഞ്ഞത്. ഗ്രൂപ്പ് തിയറിയിൽ നോക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ മുള്ളിക്കൻ സിമ്പിൾസ്, അത് പല പബ്ലിക് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുള്ളിക്കൻ സിമ്പിൾസ് നോക്കിയിട്ട് പോകാനായിട്ട് മറക്കരുത്. ദെൻ ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം നോക്കുക. പിന്നെ പോയിന്റ് ഗ്രൂപ്പ്സ്, വളരെ ഫേമസ് കോമ്പൗണ്ടുകളുടെ എല്ലാം പോയിന്റ് ഗ്രൂപ്പ് പഠിച്ചിട്ട് പോവുക. ദെൻ ബയോ ഇനോർഗാനിക് ഈ പബ്ലിക് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, പക്ഷെ ബാക്കിയുള്ള അക്കാഡമിയുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് സ്ഥിരം ബയോ ഇനോർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് വിട്ടതാണ്. അതിന്റെ അർത്ഥം ബയോ ഇനോർഗാനിക് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല. ബയോ ഓർഗാനിക് വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. നിങ്ങൾ ആ ഹീമോസയാനിനും ഹീമെരിത്രിനും ഹീമോഗ്ലോബിനും മയോഗ്ലോബിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ നോക്കണം ആക്ഷൻ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ അവരുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ദെൻ മെറ്റലോ എൻസൈംസ് നോക്കുക, കാർബോണിക് ആൻഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ എന്താണ് സിസ്പ്ലാറ്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി പോവുക. ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓർഗാനോ മെറ്റാലിക്സ്, അതും കഴിഞ്ഞ നമ്മൾ ഇട്ടിരിക്കുന്ന പബ്ലിക് വീഡിയോസിൽ ബാക്കി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അതുകൂടെ നോക്കി പോവുക. കാരണം ഈ ഇന്നത്തെ ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പബ്ലിക് വീഡിയോസിൽ ഇനോർഗാനിക് പോർഷൻസിൽ നിന്നുള്ള എന്താണ് ഓർഗാനോമെറ്റാലിക്കും കോർഡിനേഷനിൽ നിന്നും ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ്, അതൊന്നും ഇല്ല എന്നല്ല. നമ്മളുടെ ഒരു വീഡിയോയുടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത് ഒഴിവാക്കിയതാണ്. അപ്പൊ ബാക്കിയുള്ള വീഡിയോസിൽ നിന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യമേ തൊട്ട് ഇത് പറയുന്നത്. നോക്കിക്കേ, ഇതൊരു ഗേറ്റിനും അതുപോലെ തന്നെ CSIR-നും ചോദിച്ച ചോദ്യമാണ്. തന്നിരിക്കുന്ന വൈബ്രേഷൻ മോഡിൽ IR ആക്റ്റീവ് ഏതാണെന്നാണ്. ഇത് ഏത് കോമ്പൗണ്ട് ആണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡിന്റെ ഏതൊക്കെ സ്ട്രെച്ചിങ് ആണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ? സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, എസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. സിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഒരേ എക്സ്റ്റെൻഡിലായിരിക്കും ഇവർ സ്ട്രെച്ച് ചെയ്യുന്നത്. ഒരാൾ ലെഫ്റ്റിലോട്ട്, ഒരാൾ റൈറ്റിലോട്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രമേ ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ IR ആക്ടിവിറ്റി കാണിക്കത്തുള്ളൂ. ദെൻ എസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം രണ്ടും റൈറ്റിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ക്യാൻസൽ ചെയ്യത്തില്ല, നേരെ മറിച്ച് ഒരു നെറ്റ് ആയിട്ടൊരു എന്തുണ്ടാവും? ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ അത് IR ആക്റ്റീവ് ആണ്. ബെൻഡിങ്ങും അങ്ങനെ തന്നെ, ഒരെണ്ണം മുകളിലോട്ട് ഒരറ്റം താഴോട്ട് ബെൻഡ് ചെയ്ത് പോവുകയാണ്. സോ അഗെയിൻ അവിടെയും ഒരു നൾ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. എസിമെട്രിക് സ്ട്രെച്ചിങ്ങും ബെൻഡിങ് മോഡും ആണ് IR ആക്റ്റീവ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. രണ്ടാമത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. മൂന്നാമത്തത് ബെൻഡിങ് മോഡാണ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് IR ആക്റ്റീവ് ഏതൊക്കെയാണ്? സിമെട്രിക് സ്ട്രെച്ചിങ്ങും ബെൻഡിങ് മോഡും. ഓപ്ഷൻ A and 1 and 3 എന്താണ് 2 and 3 ആയിരിക്കും എന്തെന്ന് പറയുന്നത് IR ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സെറ്റ് പരീക്ഷയിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോടൊപ്പം നമ്മൾ ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ പബ്ലിക് വീഡിയോസും കാണുക. അത്രയും വീഡിയോസ് കൊണ്ട് നിങ്ങൾ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ് മാർക്കിനുള്ള കണ്ടന്റ് ഉറപ്പായിട്ടും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ മാക്സിമം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയാണ് പബ്ലിക് വീഡിയോസ് ചെയ്യുന്നത്. എല്ലാം പുതിയ പുതിയ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് പഠിച്ചിട്ട് പോവുക. ഇത്തവണത്തെ സെറ്റ് ഇത്തവണ തന്നെ ക്ലിയർ ചെയ്യണം. നിങ്ങൾക്കറിയാം HSST എക്സാമിൽ ലാസ്റ്റ് നടന്ന മെയിൻ ലിസ്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 98% ആൾക്കാരും, റിസർവേഷൻ ലിസ്റ്റ് മാറ്റി നിർത്തി പറയാണ് ഞാൻ, സപ്ലിമെന്ററി ലിസ്റ്റ് അല്ലാതെ, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആളെ എടുത്തു, അല്ലാതെ ഞാൻ മെയിൻ ലിസ്റ്റ് മുഴുവൻ 98%, ഇനി 4-5 പേരെ അതിൽ അപ്പോയിന്റഡ് ആവാനുള്ളൂ. അപ്പോൾ ആ മെയിൻ ലിസ്റ്റിൽ 98% ആൾക്കാരും ഇനി 4-5 പേരേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ നിന്ന് കയറിപ്പാൻ. അപ്പൊ ആ പറഞ്ഞ 98 മെയിൻ ലിസ്റ്റിലെ 98 പ്ലസ് സപ്ലിമെന്ററിയിലുള്ള ബാക്കി കുട്ടികൾ ഇത്രയും പേരും അപ്പോയിന്റഡ് ആയിട്ടുണ്ട്.
അപ്പോൾ അറിയാം എന്തുണ്ട്, അവിടെ വേക്കൻസീസ് ഒരുപാടുണ്ട്. വേക്കൻസീസ് ഉണ്ട്, HSST വേക്കൻസികൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അടുത്ത HSST എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ സെറ്റ് വേണം. അപ്പൊ ഇപ്പോഴേ എന്തിനാണ് സെറ്റ് എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ ഉടനെ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യുക. കാരണം സിലബസ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി മുമ്പോട്ട് വരാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ സിലബസ് ഒക്കെ മാറി ഒരു പുതിയ സിലബസിലെ അപ്രോച്ച് ചെയ്ത് പോകുമ്പോൾ AI കാലഘട്ടമാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് പോലും നമുക്ക് അങ്ങനെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് സെറ്റ് ക്വാളിഫൈ ചെയ്ത് സേഫായി നെക്സ്റ്റ് HSSTക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇത്തവണത്തെ തന്നെ സെറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യട്ടെ. ടോസ് അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.